നിശ്ചിത അനുപാതത്തിൽ കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് സൗജന്യമായി അധിക ഓഹരികൾ കൈമാറുന്ന കോർപ്പറേറ്റ് നടപടിയാണ് ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഷെയർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. കമ്പനിയുടെ ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനും ഓഹരി ഉടമകൾക്കുള്ള പാരിതോഷികമായും വിപണിയിൽ ഓഹരിയുടെ മതിപ്പ് ഉയർത്തുന്നതിനുമൊക്കെ ബോണസ് ഇഷ്യൂവിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും. സമാനമായി നിക്ഷേപകരെ സംബന്ധിച്ച് അധിക തുക മുടക്കാതെ തന്നെ കൈവശമുള്ള ഓഹരിയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അതുവഴി ഭാവിയിൽ ഡിവിഡൻഡ് ഇനത്തിൽ ലഭിക്കാവുന്ന അധിക വരുമാനം ഉൾപ്പെടെയുള്ള നേട്ടം സ്വന്തമാക്കാനുമുള്ള അവസരവും ബോണസ് ഇഷ്യൂയിലൂടെ തുറന്നു കിട്ടുന്നു. ചുരുക്കത്തിൽ നിക്ഷേപകർക്കും കമ്പനിക്കും ഒരുപോലെ നേട്ടം സമ്മാനിക്കാൻ കഴിയാവുന്ന കോർപ്പറേറ്റ് നടപടികളിലൊന്നാണ് ബോണസ് ഇഷ്യൂ എന്ന സാരം. 2025 മാർച്ച് 17 മുതൽ 21 വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ സമ്മാനിക്കാൻ പോകുന്ന 2 സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ വിശദാംശങ്ങൾ നോക്കാം. പരുത്തി നിർമ്മാണത്തിൽ ശ്രദ്ധയൂന്നിയിരിക്കുന്ന മൈക്രോ ക്യാപ് ടെക്സ്റ്റൈൽ കമ്പനിയാണ് പദം കോട്ടൺ യാർഡ്സ് ലിമിറ്റഡ്. കമ്പനിയുടെ 100% ഓഹരി വീതവും റീറ്റെയിൽ നിക്ഷേപകരുടെ പക്കലാണുള്ളത്. സമീപ വർഷങ്ങളിലൊന്നും കാര്യമായ വരുമാനവും ലാഭവും ഒന്നും കുറിച്ചിട്ടില്ലെങ്കിലും പദം കോട്ടൺ യാർഡ്സ് ഓഹരിയുടെ വില കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 600%-ലധികം വർധന രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ശ്രദ്ധേയം. അതേസമയം 2:3 അനുപാതത്തിൽ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ സമ്മാനിക്കുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം. അതായത് നിശ്ചിത റെക്കോർഡ് തീയതിയിൽ കൈവശമുള്ള 3 പദം കോട്ടൺ യാർഡ്സ് ഓഹരിക്കും വീതം അധികമായി 2 ബോണസ് ഓഹരികൾ കൂടി സൗജന്യമായി ലഭിക്കുമെന്ന് സാരം. ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും 2025 മാർച്ച് 18 ആകുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ നൽകുന്ന രണ്ടാമത്തെ ബോണസ് ഇഷ്യൂവുമാണിത്. 2024 നവംബറിൽ പ്രഖ്യാപിച്ച് 2025 ജനുവരിയിൽ 1:1 അനുപാതത്തിൽ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ നൽകിയിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ആഴ്ച 159 നിലവാരത്തിലായിരുന്നു പദം കോട്ടൺ യാർഡ്സ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലാമിനേറ്റ്സ് നിർമ്മാണവും ഡെക്കറേറ്റീവ് വെനീഴ്സും അനുബന്ധ ഉൽപ്പന്നങ്ങളും പ്ലൈവുഡും നിർമ്മിക്കുന്ന പ്രമുഖ സ്മോൾ ക്യാപ് കമ്പനിയാണ് ഗ്രീൻലബ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭവിഹിതം കൈമാറുന്ന ഓഹരിയുമാണിത്. പ്രൊമോട്ടർക്ക് 51% ഓഹരി വീതം സ്വന്തമായുള്ള ഗ്രീൻലബ് ഇൻഡസ്ട്രീസിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 2%-ഓളവും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 16%-ഓളവും വീതവും ഓഹരി പങ്കാളിത്തമുണ്ട്. അതേസമയം 1:1 അനുപാതത്തിൽ ബോണസ് ഷെയർ നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ്. അതായത് നിശ്ചിത റെക്കോർഡ് തീയതിയിൽ കൈവശമുള്ള ഓരോ ഗ്രീൻലബ് ഇൻഡസ്ട്രീസ് ഓഹരിക്കും അധികമായി ഒരു ബോണസ് ഓഹരി കൂടി സൗജന്യമായി ലഭിക്കുമെന്ന് സാരം. ബോണസ് ഇഷ്യൂവിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും 2025 മാർച്ച് 21 നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനിടെ കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 467 രൂപ നിലവാരത്തിലായിരുന്നു ഗ്രീൻലബ് ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ക്ലോസിംഗ്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഓഹരിയിൽ 20% തിരുത്തൽ നേരിട്ടിട്ടുമുണ്ട്. മേൽ സൂചിപ്പിച്ച ബോണസ് ഓഹരികളെ സംബന്ധിച്ച വിവരം പഠനാവശ്യർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതയ്ക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പണം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയവുമായി വീണ്ടും കാണാം.